KSRTCയിൽ സ്ത്രീകൾക്ക് ഇനി മുതൽ സൗജന്യ യാത്ര. ഇന്നു മുതൽ നിങ്ങൾ ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ കണ്ടക്ടർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാണാം. ടിക്കറ്റിൽ നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നത് രേഖപ്പെടുത്തുന്നുണ്ട്. KSRTC നഷ്ടത്തിലാണെന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ ഇതെങ്ങനെ സാധ്യമാകും? നമുക്കൊന്ന് പരിശോധിക്കാം. സംഗതി സത്യമാണ്. പുതിയ സർക്കാർ അധികാരമേറ്റാൽ നടപ്പിലാക്കാൻ പോകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ആദ്യപടിയാണിത്. മെയ് 9 മുതൽ കണ്ടക്ടർമാരുടെ ETM മെഷീനുകളിൽ ഇതിനായി മാറ്റം വരുത്തി കഴിഞ്ഞു. എത്ര സ്ത്രീകൾ ദിവസേന യാത്ര ചെയ്യുന്നുണ്ടെന്നും ഇവർക്ക് സൗജന്യ യാത്ര നൽകിയാൽ സർക്കാരിന് എത്ര രൂപയുടെ അധിക ബാധ്യത വരുമെന്നും കൃത്യമായി കണക്കാക്കാനാണ് ഈ വിവരശേഖരണം. ഇതെങ്ങനെയാണ് ലാഭകരമാകുന്നത് എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത കർണാടകയിലേക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയപ്പോൾ ബസ്സുകളിൽ തിരക്ക് കൂടുകയും അതോടെ KSRTCയുടെ വരുമാനം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് സാമ്പത്തിക ലാഭം കിട്ടുമ്പോൾ അവർക്ക് ജോലിക്ക് പോകാനും മറ്റും കൂടുതൽ എളുപ്പമാകും. ഇതുവഴി കൂടുതൽ ആളുകൾ പൊതുഗതാഗതത്തിലേക്ക് വരുന്നത് KSRTCയുടെ ശോചനീയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തിയേക്കും. ഒരു മറുവശമുണ്ട്. KSRTCയുടെ കടം വീട്ടാൻ സർക്കാർ വലിയൊരു തുക സബ്സിഡിയായി നൽകേണ്ടി വരും. ചിലപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ പുരുഷന്മാരുടെ ടിക്കറ്റ് നിരക്കിൽ ചെറിയ വർധനവ് വരുത്താനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും സാധാരണക്കാരായ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും ഈ പദ്ധതി നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ടിക്കറ്റ് നിരക്ക് കുറയുന്നതിനേക്കാൾ വലിയൊരു വിപ്ലവം KSRTCയിൽ ഉണ്ടാക്കാൻ ഇതിന് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് പ്രായോഗികമാണോ? താഴെ കമന്റ് ചെയ്യൂ.